മൂന്നാമത്തെ എലമെന്റ് ആണ് സർക്കിൾസ്. മെഹന്തി ഡിസൈൻസിൽ പല സ്ഥലങ്ങളിൽ നമുക്ക് സർക്കിൾ യൂസ് ചെയ്യേണ്ടി വരും. സർക്കിൾ കൊണ്ട് തന്നെ ഒരുപാട് മോഡൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നല്ല നീറ്റായിട്ട് സർക്കിൾസ് വരക്കാന്നുള്ളത് നമുക്ക് നോക്കാം. ജസ്റ്റ് ടച്ച് ചെയ്യുക, പിന്നെ ടച്ച് ചെയ്യാനേ പാടില്ല. ഒരേ പ്രഷറിൽ ഇങ്ങനെ ചുറ്റി കൊണ്ടുവരിക. കണ്ടോ വളരെ ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ഒരേ രീതിയിൽ ഇങ്ങനെ നൂല് പോലെ ചുറ്റിയിട്ട് ഇതിലോട്ട് മെല്ലെ ഇങ്ങനെ അങ്ങ് കൂട്ടിയെടുക്കുക. ആ കൂട്ടിയെടുക്കുന്നതൊന്നും ബോറാവാൻ പാടില്ല. കണ്ടോ, നമ്മൾ ഇങ്ങനെ വരക്കുമ്പോൾ നല്ല നീറ്റ് ആയിട്ടുള്ള സർക്കിൾ നമുക്ക് വരക്കാൻ വേണ്ടി പറ്റും. ഒന്നുകൂടെ കാണിക്കാം. ജസ്റ്റ് ടച്ച് ചെയ്യുക, പിന്നെ ഇങ്ങനെ നൂല് പോലെ പൊക്കിയെടുക്കുകയാണ്. നല്ലോണം കണ്ടോ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയുന്നുണ്ടാവും ദൂരത്ത് നിന്ന് തന്നെ അത് നൂല് പോലെ വരുന്നുണ്ട്. അതിനെ പിന്നെ നമ്മൾ ഇങ്ങനെ ചുറ്റി ഒരു റൗണ്ട് ഷേപ്പില് മെല്ലെ മെല്ലെ കൊണ്ടുപോയാൽ തന്നെ നല്ല നീറ്റ് ആയിട്ടുള്ള സർക്കിൾ നമുക്ക് കിട്ടും കേട്ടോ. കണ്ടില്ലേ, ഈ രീതിയിൽ വേണം സർക്കിൾ വരക്കാനോ. ഒരിക്കലും ടച്ച് ചെയ്തിട്ട് വരക്കാൻ പാടില്ല. ലൈനിനെ പറഞ്ഞ പോലെ തന്നെയാണ് സർക്കിളും. ഇങ്ങനെ ടച്ച് ചെയ്ത് നമ്മൾ വരച്ചാൽ എങ്ങനെയായാലും ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടൂല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നത്. കറക്റ്റ് ആയിട്ടുള്ള രീതിയാണ് ഇത്. ഒന്നുകൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ടച്ച് ചെയ്യുക, ലെഫ്റ്റ് സൈഡിലോട്ട് ഇങ്ങനെ വളച്ചിട്ടെടുക്കുക. ഒരേ പ്രഷറിൽ നൂല് പോലെ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കണം. ഒരു പ്രഷറോ ഒന്നും വേണ്ട, ഓവറായിട്ടുള്ള സ്ട്രെയിൻ എടുക്കുകയൊന്നും വേണ്ട. ലൈറ്റായിട്ട് കൊണ്ടുവന്നാൽ തന്നെ നല്ല നീറ്റായിട്ട് നമുക്ക് വരക്കാൻ വേണ്ടി പറ്റും. ഇനി ഇങ്ങനെ ഒട്ടും പറ്റുന്നില്ല എങ്കിൽ ജസ്റ്റ് ഒരു ട്രിക്ക് പോലെ പറഞ്ഞു തരാം. ലൈറ്റായിട്ട് ഇങ്ങനെ ഒരു വേർട്ടിക്കൽ ലൈൻ ഇങ്ങനെ ലൈറ്റായിട്ട് വരക്കാം, നമുക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം. എന്നിട്ട് അതിന്റെ മുകളിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു ഹാഫ് സർക്കിൾ ഇങ്ങനെ വരച്ചു കൊടുക്കുക, ഈ ഒരു ലൈനിലോട്ട്. എന്നിട്ട് നിർത്തുക. പിന്നെ മുകളിൽ നിന്നും ഇതിനെ ഇങ്ങനെ റൈറ്റ് സൈഡിലോട്ട് വരച്ചിട്ട് ഒരു സർക്കിൾ പോലെ കൂട്ടിയെടുക്കാം. ഒട്ടും പറ്റാത്തവർ മാത്രം ഈ ഒരു രീതി യൂസ് ചെയ്യാം കേട്ടോ. അല്ലാത്തവരൊക്കെ ഞാൻ ഈ കാണിച്ച പോലെ തന്നെ വേണം സർക്കിൾസ് വരക്കാൻ.